നമ്മുടെ കേരളത്തിലെ 99% ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ കുറച്ച് പ്രിയപ്പെട്ട യാത്രാ സുഹൃത്തുക്കൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട്, പ്രത്യേകിച്ച് അതിശൈത്യ മേഖലയിലോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷെ എങ്കിലും ക്ഷമയോട് കൂടിയിട്ട് അവസാനം വരെ കാണുക. ഒരുപക്ഷെ ഇന്നലെ നിങ്ങളെ ഞെട്ടിച്ച ഒരു വാർത്തയായിരിക്കും അരുണാചലിലെ തവാങ് ജില്ലയിലുള്ള സെല ലേക്കിൽ നിന്ന് നിങ്ങൾ കേട്ടത്. അതിശൈത്യ മേഖലയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന 3 ഫ്രോസൺ രൂപങ്ങളാണ്. ഒന്ന് ഫ്രോസൺ ലേക്ക്, അതുപോലെ തന്നെ ഫ്രോസൺ റിവർ, അതുപോലെ തന്നെ ഫ്രോസൺ വാട്ടർഫോൾസ്. ഇത് പൊതുവെ ഇതിന് ഫ്രോസൺ ചാദർ എന്ന് ഹിന്ദിയിൽ പറയും. അതൊരു കമ്പിളി പോലെ അടിയിൽ വെള്ളവും മേളിൽ ഇങ്ങനെ ഐസ് ഫ്രോസൺ ആയി കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് കാണുമ്പോൾ ഇതിന് വൈറ്റ് കളറിൽ കാണും, ഗ്ലാസ് പോലെ കാണും. നമുക്ക് കാണുമ്പോൾ ചിലപ്പോഴും ഹാർഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഹാർഡാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ട്രക്കാണെങ്കിൽ ട്രക്ക് ലീഡറുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽസ് പറയുന്നത് അനുസരിക്കുക. നമ്മുടെ യാത്രകളിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിലൂടെ പോകാൻ നമ്മൾ നിർബന്ധിതനായി ചിലപ്പോൾ ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യണം, ഇൻ കേസ് ഈ ഫ്രോസൺ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ ആൾറെഡി -ഡിഗ്രിയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സീ ലെവലിൽ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ബ്രെയിൻ ചിലപ്പം വർക്ക് ചെയ്തോണമെന്നില്ല. സോ അതുകൊണ്ട് ആൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെയിറ്റ് ഉള്ള ബാഗുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാഗിന്റെ ക്ലിപ്പുകളെല്ലാം റിമൂവ് ചെയ്ത് വെക്കുക. ഇൻ കേസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് കംഫർട്ട് ആവാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഈ പാനിക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിലോട്ട് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സൈഡിൽ നമുക്ക് കാണുന്ന ഈ ചാദറിന്റെ ഭാഗം ഉണ്ടാവും, അതുപോലെ നമ്മുടെ ഈ ഫ്രോസൺ ആയി കിടക്കുന്ന ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങളിൽ ഏകദേശം ഇങ്ങനെ പതിയെ ഇതിൽ പോയിട്ട് പിടിക്കുക. ഏകദേശം 2 കൈ ഒരുപോലെ വെച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആയതിനു ശേഷം ഇതിന് ബലമുണ്ടോ എന്ന് ചെറിയ രീതിയിൽ നോക്കുക. ബലമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലൊരു സ്വിമ്മിങ് ചെയ്യുന്ന രീതിയിലോട്ട് ഇതിന്റെ മുകളിലോട്ട് പതുക്കെ ലേ പൊസിഷനിലോട്ട് വന്ന് മുന്നിലോട്ട് സ്വിം ചെയ്ത് നീങ്ങിയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് എണീക്കുക. അതല്ല, നിങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒരിക്കലും ഓടിപ്പോകരുത്. നിങ്ങൾ അവിടെ നിന്ന് അതിനാദ്യം നിരീക്ഷിക്കണം. വലിയ വടിയോ അല്ലെങ്കിൽ കയറോ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്രസ്സ്, ആ നനഞ്ഞ ഡ്രസ്സുകൾ അഴിച്ചു മാറ്റി നല്ല ഉണങ്ങിയ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ മൊത്തം ശരീരവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക, തുടച്ചെടുക്കുക. വെള്ളം തീരെ ഇല്ലാത്ത രീതിയിൽ തുടച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സ്ലീപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് പൊതിയുക. നിങ്ങളുടെ കാലിന്റെ അടിയിൽ ശരീരത്തിലൊക്കെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് ശരീരം ചൂടാക്കാൻ ശ്രമിക്കുക. അതല്ല, തൊട്ടടുത്ത് വല്ല മെഡിക്കൽ അസിസ്റ്റന്റ് നിങ്ങൾക്ക് സൗകര്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ച മെഡിക്കൽ ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരായ സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സാഹസികതകൾ നല്ലതാണ്, സാഹസികതകൾ ചെയ്യണം, പക്ഷെ മണ്ടത്തരം കാണിച്ചുകൊണ്ടുള്ള സാഹസികതകൾ ചെയ്യാതിരിക്കുക. ലോക്കൽസ് പറയുന്നത് അനുസരിക്കുക. അവിടെ വെച്ചുള്ള ഗവൺമെന്റ് സ്ഥാപിച്ചുള്ള ബോർഡുകൾ, ആ നിയമങ്ങൾ അതിനെ പ്രോപ്പർലി ഫോളോ ചെയ്യുക. നല്ല ഉത്തരവാദിത്തമുള്ള യാത്രക്കാരായി മാറുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോസിനും അതുപോലെ തന്നെ ട്രക്കുകൾ, അഡ്വഞ്ചറിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ. താങ്ക് യു സോ മച്ച്.